ഇരിഞ്ഞാലക്കുട കേരളസഭ നവീകരണത്തിന്റെ ഭാഗമായി മെയ് 19 രൂപതയിൽ നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ലോഗോ പ്രകാശനം കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ നിർവഹിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ലോഗോ ഏറ്റുവാങ്ങി. ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും ദിവ്യകാരുണ്യത്തിന്റെ മഹാത്മ്യം വ്യക്തമാക്കുന്ന തരത്തിലാണ് ലോഗോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദിവ്യകാരുണ്യ കോൺഗ്രസിന് 60 ദിവസങ്ങൾ ശേഷിക്കെ മാർച്ച് 19 തൃശൂർ മേരിമാതാ മേജർ സെമിനാരിയിലായിരുന്നു ലോഗോ പ്രകാശനം നിർവഹിച്ചത്. ഇരിഞ്ഞാലക്കുട രൂപതയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിന് വേദിയാകുന്നത്. പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ വേരെന്ന് പരിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായുള്ള ക്രൈസ്തവ വിശ്വാസം പടർന്നു പന്തലിക്കുന്നതാണ് ദിവ്യകാരുണ്യമെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു. CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപത അധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, രൂപതയിലെ വൈദികരും വിവിധ മേഖലകളിലെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു.